നമുക്കൊരു ചൈനീസ് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം വേണം. പിന്നെ നമുക്ക് നൂഡിൽസും എടുക്കാം. നൂഡിൽസ് പിന്നെ സോസുകൾ വേണം. ടൊമാറ്റോ സോസും സോയാ സോസും എടുക്കുക. ആദ്യമായിട്ട് നമ്മളൊരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് 2 ലിറ്ററിൽ കൂടുതൽ വെള്ളം വെച്ച് തിളപ്പിക്കണം. അതിനകത്ത് കുറച്ച് 2 സ്പൂൺ എണ്ണയും സ്വല്പം ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം തിളയ്ക്കാൻ അനുവദിക്കണം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നൂഡിൽസ് ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തോട്ടിട്ട് ഒരു 5-8 മിനിറ്റ് അതിനെ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 8 മിനിറ്റോളം നൂഡിൽസ് വേവണം. ഞാനിപ്പോൾ ഇട്ട നൂഡിൽസ് കുറച്ച് കൂടുതലായി പോയി. ഞാനതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കും. വെന്തതിന് ശേഷം അത് പിന്നെ നമുക്ക് വേറെ സമയത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൽ നിന്ന് കോരി അരിപ്പ പാത്രത്തിലോട്ട് എടുക്കാം. അതിന് ശേഷം തണുത്ത വെള്ളം കോരി വെച്ച് നൂഡിൽസിനകത്തൊഴിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് തണുപ്പിച്ചെടുക്കുക. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം അതിനകത്ത് സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ വലിയ പാൻ എടുക്കണം. വലിയ പാൻ എടുത്ത് ചെറിയ പാത്രം എടുത്ത് നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ പാടായിരിക്കും. വലിയ പാൻ തന്നെ എടുക്കുക. വലിയ പാനിനെടുത്ത് നമുക്ക് കടുക് വറക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് മുമ്പേ വഴറ്റണം. അതിന് ശേഷം ക്യാബേജ്, പിന്നെ ക്യാരറ്റ്, ലാസ്റ്റ് ക്യാപ്സിക്കം ഇട്ട് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പച്ചമുളക് വേണമെന്നവർക്ക് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ 1-2 പച്ചമുളകും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴന്നതിന് ശേഷം ഉള്ളി ഇട്ട് വഴറ്റുക. ഉള്ളി വഴന്നതിന് ശേഷം ക്യാബേജ്, ക്യാരറ്റ്, ലാസ്റ്റിൽ ക്യാപ്സിക്കം ഇട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്യുന്നത്. എത്ര ആവശ്യമെന്ന് വെച്ചാൽ അതിൻ്റെ പരുവത്തിനുള്ള നൂഡിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കങ്ങനെ പ്രശ്നമുണ്ടായി. പിന്നെ ഞാനതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കേണ്ടി വന്നു. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് എത്ര നൂഡിൽസാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ അത് മാത്രം അതിനകത്ത് ഇടുക. അല്ലെങ്കിൽ പിന്നെ ഇളക്കാൻ ഇച്ചിരി പ്രയാസമാവും. നൂഡിൽസ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാബേജ് ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കവും ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് നൂഡിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചൈനീസ് അല്ലാതെ നമുക്ക് ഈ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന ഗരം മസാലയൊക്കെ ഉപയോഗിച്ച് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ എടുത്തു വെച്ചിരുന്ന ബാക്കിയുള്ള നൂഡിൽസ് നമ്മുടെ ഗരം മസാലയൊക്കെ ചേർത്ത് ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റി ഗരം മസാലയൊക്കെ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കിയ ശേഷം നല്ല ടേസ്റ്റായിരുന്നു. ഇത് നമുക്ക് നോക്കാം ചൈനീസ് നൂഡിൽസ് എങ്ങനെയാവുമെന്ന്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് മുമ്പേ തന്നെ സോയാ സോസും ടൊമാറ്റോ സോസും ചേർക്കുന്നതായിരുന്നു നല്ലത്. അപ്പോൾ നമുക്ക് അധികം പ്രശ്നം വരത്തില്ലായിരുന്നു ഇളക്കുന്നതിനൊന്നും. ഞാനത് ലാസ്റ്റിലാണ് ചേർക്കാൻ
ചേർത്തത് കൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. നിങ്ങളുണ്ടാക്കുമ്പം സോയാ സോസും ടൊമാറ്റോ സോസും മസാലയൊക്കെ മുമ്പേ ചേർത്തതിന് ശേഷം നൂഡിൽസ് ആഡ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം ഞങ്ങൾ ഇത് ഇളക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് നൂഡിൽസ് അതിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ സോയാ സോസൊക്കെ ചേർത്തത്. അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഒരുമാതിരി പരുവമായിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് അതിൻ്റെ ആവിയിലൊന്ന് വേവണം. വെന്തതിന് ശേഷം നമുക്കിച്ചിരി മസാല ഇടുന്നെങ്കിൽ മസാല ഇടാം, അല്ലെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഇപ്പോഴാണ് ഞാൻ സോയാ സോസൊക്കെ ഒഴിച്ചത്. എല്ലാം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി ചൂടായതിന് ശേഷം 1-2 മിനിറ്റ് ചീനിച്ചട്ടിയിൽ അടച്ചു വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ചൈനീസ് നൂഡിൽസ്. എല്ലാവരും അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കാണാം. ടാറ്റ ബൈ ബൈ. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം നൂഡിൽസ് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാനുള്ളൊരവസരം കിട്ടിയത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.